വാളയാറിലെ സഹോദരിമാരായ പെൺകുട്ടികളുടെ ദുരൂഹമരണത്തിൽ 8 വർഷത്തിനിപ്പുറവും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുണ്ട്. വർഷങ്ങൾക്ക് ശേഷം പല തെളിവുകളും മൊഴികളും പുറത്തുവരുന്നു. അമ്മയും രണ്ടാനച്ഛനും പ്രതി ചേർക്കപ്പെടുന്നു. കേസിൽ പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരെ ഒടുവിൽ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ. കുട്ടികളുടെ അടുത്ത ബന്ധുവാണ് അന്ന് ആ വീട്ടിൽ കണ്ട കാര്യങ്ങൾ തുറന്നു പറയുന്നത്. മൂത്ത കുട്ടിയുടെ മരണത്തിൽ മൊഴി നൽകാൻ ഇളയ കുട്ടി തയ്യാറായിരുന്നു. എന്നാൽ അമ്മ അതിന് സമ്മതിച്ചില്ല. കുട്ടിയുടെ ദേഹത്ത് തീപ്പൊള്ളൽ ഏറ്റിരുന്നുവെന്നും ചെറിയച്ഛൻ വെളിപ്പെടുത്തി. കമ്പി വെച്ചാണ് പറഞ്ഞ നീളത്തിലല്ല ഉണ്ടാവുക. അതെ, ഇത് നമ്മൾ നെറ്റി പൊട്ട് വെച്ച മാതിരിയാണ് ഉണ്ടാകുന്നത്. വലത തുടയിലും വലത മാറും. ബൈക്കിൽ കയറ്റി എത്തിയ സമയത്ത് ഇവിടെ ഇറങ്ങി വന്നുകൊണ്ട് എന്ത് പറഞ്ഞു, എൻ്റെ മകളിനെ അവിടേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ഒഴിവ് കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് കൂട്ടിയിട്ട് പോകണം. 2017 ജനുവരി 13-നാണ് 13-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്ന് പോലീസിന് മൊഴി നൽകാൻ 9 വയസ്സുകാരിയായ അനിയത്തി തയ്യാറായിരുന്നു. എന്നാൽ കുട്ടികളുടെ അമ്മ സമ്മതിച്ചില്ലെന്നും മൊഴി നൽകാൻ തയ്യാറായി വന്ന ഇളയ കുട്ടിയെ തിരികെ കൊണ്ടുപോയെന്നുമാണ് ചെറിയച്ഛന്റെ വെളിപ്പെടുത്തൽ. 13 വയസ്സുകാരി തൂങ്ങി മരിച്ച മുറിയിൽ മദ്യക്കുപ്പികളും ചീട്ടുകെട്ടുകളും ഉണ്ടായിരുന്നു. കുട്ടിയുടെ നെഞ്ചിലും തുടയിലും ബീഡി കൊണ്ട് കുത്തിയതെന്ന് കരുതപ്പെടുന്ന പൊള്ളിയ പാടുകൾ ഉണ്ടായിരുന്നെന്നും ചെറിയച്ഛൻ പറഞ്ഞു. കുറച്ചു ദിവസം തന്റെ വീട്ടിൽ കുട്ടികളുടെ അമ്മയും കുടുംബവും താമസിച്ചിരുന്നെന്നും പിന്നീട് അമ്മയുടെ മദ്യപാനത്തെ തുടർന്ന് വീട്ടിൽ നിന്നും മാറാൻ ആവശ്യപ്പെടുകയായിരുന്നെന്നും ചെറിയച്ഛൻ പറഞ്ഞു. ദിവസങ്ങൾക്ക് മുൻപാണ് കേസിൽ പെൺകുട്ടിയുടെ അമ്മയെയും ചെറിയച്ഛനെയും 3 കേസുകളിൽ കൂടി CBI പ്രതി ചേർത്തത്. ഇതുൾപ്പെടെ നിലവിൽ മാതാപിതാക്കൾ 9 കേസുകളിൽ പ്രതികളാണ്. പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ അമ്മയും രണ്ടാനച്ഛനും പ്രധാന പങ്ക് വഹിച്ചു. രക്ഷിതാക്കൾ എന്ന നിലയിൽ മനഃപൂർവ്വം അശ്രദ്ധ വരുത്തിയതായും CBI അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത പ്രതി ഉൾപ്പെട്ട 2 കേസുകളിൽ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള റിപ്പോർട്ടും CBI കോടതിയിൽ സമർപ്പിച്ചതിലുണ്ട്. ഈ കേസുകൾ നിലവിൽ പാലക്കാട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ പരിഗണനയിലാണ്. ഈ 2 കേസുകളിൽ തുടരന്വേഷണം അനുവദിക്കുന്ന കാര്യം മാർച്ച് 25-ന് CBI കോടതി പരിഗണിക്കാനിരിക്കെയാണ് അടുത്ത ബന്ധുവിന്റെ നിർണായക വെളിപ്പെടുത്തൽ. പ്രതിസ്ഥാനത്തുള്ള മാതാപിതാക്കളെ സമൻസ് അയച്ച് വിളിച്ചു വരുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും കോടതി മാർച്ച് 25-ന് തീരുമാനമെടുക്കും. ന്യൂസ് 18 പാലക്കാട്.